ഇന്നത്തെ ഈ ഓട്ടം കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇന്ന് ഏത് ദിവസം ഇന്ന് ഞാൻ വീട്ടിലിരിക്കുന്ന ദിവസമാണ്. അതായത് സൺഡേ ആണ് നമുക്ക് ഓഫ് ഉള്ളത്. അപ്പോൾ സൺഡേ വീട്ടിലിരിക്കുന്ന ദിവസം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വളരെ ബിസി ആയിരിക്കും. ഈ കാര്യങ്ങൾ തന്നെയല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കുന്ന നിർത്തിക്കായിരിക്കും. എല്ലാ ക്ലീനിങ്ങും അടിക്കലും വാരലൊക്കെ എല്ലാം ചെയ്യുമ്പോൾ കഴുകലും തുടക്കലും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലോ. വീക്കെൻഡ് ക്ലീനിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ എന്നതൊരു ക്ലീനിങ്ങിന് വേണ്ടി വൈകുന്നേരം ഇറങ്ങിയേക്കാണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഏട്ടൻ പറയാറുണ്ട് ഇങ്ങനെ തുണി വെച്ചതുമ്പോൾ ടീമ തുടയ്ക്കുന്നു. പക്ഷെ ഞാൻ എനിക്കറിയില്ല, എല്ലാവരും ക്ലീൻ ചെയ്യണതിൻ്റെ ഒപ്പം അവിടെയും തുടച്ചു പോയില്ലെങ്കിൽ ഒരു സമാധാന കുറവ്. പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ ടോയ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടേക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി പറക്കി ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല. ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഓർഗനൈസർ എത്തിയിട്ടില്ല. വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി വന്നതിന് ശേഷം ഒരുമിച്ച് ഒരു വീഡിയോയ്ക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിച്ചൊക്കെ വാരി എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് തുടയ്ക്കാൻ നിന്നു കേട്ടോ. വേഗം ഒന്ന് തുടച്ചെടുത്ത് ടീപ്പോയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇട്ടിട്ട് ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നെ ഡൈനിങ് ടേബിൾ നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഡൈനിങ് ടേബിൾ എന്തോരം തുടച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ തുടച്ച് കഴിഞ്ഞതിന് ശേഷം അത് വന്ന് ഓരോന്ന് നിരത്തിയിടും. അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി അറേഞ്ച്മെൻറ്റ് തുടങ്ങി. അപ്പം ടീപ്പോയും കാര്യങ്ങളും മാറ്റും എല്ലാ കാര്യങ്ങളും വിരിച്ചു. പിന്നെ ഡൈനിങ് ടേബിളിലുള്ള മാറ്റ് വിരിച്ചു. അപ്പോൾ ഇവിടത്തേക്കുള്ള പുതിയ മാറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടില്ല കേട്ടോ. കുറേ അധികം സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോന്നോരോന്നായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിൻ്റെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ അവിടെയും മാറ്റുകളൊക്കെ വിരിച്ചിരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് 4 മണിക്ക് കഴിക്കാനായിട്ട് അരി പറ്റിച്ചത് ഉണ്ടാക്കിയിട്ടാണ്. ഞങ്ങളുടെ അവിടെ അതിന് അരി പറ്റിച്ചെന്നാണ് പറയാറ്. നിങ്ങളുടെ അവിടെ എന്താണെന്ന് അറിയില്ല, കമൻറ്റ് ചെയ്തോളൂട്ടാ. അതായത് പച്ചരി കുതിർത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് അതിനകത്ത് ശർക്കരയും തേങ്ങയും നെയ്യും കൂടി ഒഴിച്ചെടുക്കണതിനാണ് അരി പറ്റിച്ചത് ഞങ്ങൾ പറയണത്. നിങ്ങളുടെ അവിടെ ഓരോ സ്ഥലത്ത് ഓരോ പേരുകളായിരിക്കും, എന്താണെന്നറിയില്ല. നല്ല ടേസ്റ്റ് ആയിട്ടത് കഴിക്കാനായിട്ട് 4 മണി ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. മധുരം തേങ്ങയുടെ ഇതൊക്കെ വരുമ്പേ. പിന്നെ ചിലർ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടും. ഞാനതൊന്നും ഇടണില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടെ എന്തിട്ടാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ അത് ചൂടാറാൻ വെച്ചിട്ട് പിന്നെ ഞാൻ ചന്ദനത്തെയും സാമ്പ്രാണിയും കത്തിച്ച് രൂപത്തിനോട് ലൈറ്റൊക്കെ ഇട്ടു. ഇനി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണം, എനിക്കും കുളിക്കണം. അപ്പോൾ ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കണം. ബായ്.